കുന്നത്തൂർ, അടൂർ മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാഞ്ഞിരംകടവ് പാലം കാലങ്ങളായുള്ള ജനങ്ങളുടെ സ്വപ്നമാണ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലേക്ക് വേഗത്തിലെത്താൻ സഹായിക്കുക പാലത്തിന്റെ ഈ പണി തുടങ്ങി വയ്ക്കാൻ പോലും കഴിയാതെ കിടക്കുകയാണ്. കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്ന് വരും ഈ പാലം? ഇത് കൊല്ലം ജില്ല, കടവിനപ്പുറം പത്തനംതിട്ട ജില്ല. 300 മീറ്റർ മാത്രം സഞ്ചരിച്ച് കടവിനപ്പുറവും ഇപ്പുറവും പോകേണ്ടവർ ഏകദേശം 8 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടി വരുന്നു. ഒരു പാലത്തിനു വേണ്ടി ഇന്നാട്ടുകാർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. 10 മിനിറ്റ് പോലും വേണ്ട കുന്നത്തൂരിൽ നിന്ന് അടൂരിലേക്കും തിരിച്ചും വരാൻ. അതിനൊരു പാലം വേണം. പക്ഷേ ആ പദ്ധതിയാണ് പാലം കടക്കാതെ ഇങ്ങനെ കിടക്കുന്നത്. ഇതുവരെ ഒരു പാലം വന്നിട്ടില്ല. ഇവിടെ ഇപ്പം നമുക്ക് ഈ ക്ഷേത്രത്തിലോട്ട് പോകണമെങ്കിൽ തന്നെ ആയാലും ഈ തോട് കടന്ന് നമ്മൾ 6 കിലോമീറ്റർ ചുറ്റിയാണ് ഈ ക്ഷേത്രത്തിൽ വരെ. ഇവിടുന്ന് ഇപ്പം നമുക്ക് ശാസ്താംകോട്ട പോകാനായാലും വർണ്ണിക്കാവ്, ശാസ്താംകോട്ട അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. റോഡ് എളുപ്പമാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. വാഗ്ദാനങ്ങൾ പലകുറി കിട്ടിയിട്ടുണ്ട്. പാലം മാത്രം ഇതുവരെയും കിട്ടിയില്ല. കൊല്ലം തേനിക്ക് സമാന്തരമായൊരു റോഡ് കൂടിയാണ് ലഭിക്കുക. അടൂരിൽ നിന്നും കുന്നത്തൂരിലെ സ്കൂളിലും തിരിച്ചും പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. ജോലിക്ക് പോകുന്നവരുണ്ട്. കടവിൽ വെള്ളം കുറവുള്ളപ്പോൾ നടന്നു പോകാം. ചേറ് നിറഞ്ഞു കിടക്കുന്നതിനാൽ ഇപ്പോൾ അതിനും കഴിയുന്നില്ല. ഈ അടുത്ത സമയത്ത് മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി പോയിട്ടുള്ളതല്ലാതെ ഇതിന്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെയും നടന്നിട്ടില്ല. കൊല്ലം തേനിയാണ് തൊട്ടപ്പുറത്തൂടെ കടന്നു പോകുന്നത്. ആ കൊല്ലം തേനി പ്രദേശത്തിന് സമാന്തരമായൊരു പാത, അവിടെ ഈ പറയുന്ന തരത്തിൽ ബ്ലോക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ സമാന്തരമായി അടൂരേക്കോ ചാരുമൂട്ടിലേക്കോ ഒക്കെ ചെല്ലാൻ പറ്റിയൊരു സമാന്തര പാത കൂടിയാണ് ഈ പാലം വരുമ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ യാത്രാക്ലേശമായാലും അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായികപരമായ ഉയർച്ചയായാലും ഒക്കെ തന്നെ എല്ലാ തരത്തിലും ഈ രണ്ട് ജില്ലയെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു ചെറു ഇടനാഴിയായിട്ട് നമുക്ക് ഈ പാലത്തെ കാണാൻ സാധിക്കും. 40 വർഷമായിട്ടുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹവും അഭിലാഷമാണ് കാഞ്ഞിരംകടവിലൊരു പാലം. പുതിയ ഗവൺമെൻറ്റിലും പുതിയ MLA-മാരിലും വലിയൊരു പ്രതീക്ഷയാണ് കാഞ്ഞിരംകടവ് നിവാസികൾക്കും പള്ളിക്ക് നിവാസികൾക്കുള്ളത്. കുന്നത്തൂരിലെ വില്ലാടൻ ക്ഷേത്രത്തിലേക്ക് കടവിനപ്പുറമുള്ളവർ പലരും ഇന്നും എത്തുന്നത് നീന്തിയാണത്രേ. ഉത്സവ സമയങ്ങളിൽ ഒഴുക്ക് കൂടുതലാണ്. വളഞ്ഞു ചുറ്റിപ്പോകാൻ ബുദ്ധിമുട്ടുള്ള കർഷകരുടെ യാത്ര കടവിലൂടെ തന്നെയാണ്. ഇവിടെ ഇറങ്ങിപ്പോയി നീന്തി പോവാ. കുറച്ച് കൃഷിയുണ്ട്. ഡെയിലി രാവിലെ വൈകിട്ടും ഇതിലേക്ക് പോകും. ഭയങ്കര ആഴോ ഭയങ്കര ഒഴുക്കോ ഇപ്പോൾ. പാലമില്ലാത്തതിന് വലിയ ബുദ്ധിമുട്ടാണ്. അമ്പലം കിടക്കുന്നത് ഇവിടെ ആരും വരാൻ ഒക്കുന്നില്ല ഈ പാലമില്ലാത്തതുകൊണ്ട്. അക്കരൊക്കെ ഒരുപാട് പേര് ഈ അമ്പലത്തിൽ വരാനിരിക്കുക, ആഗ്രഹിച്ചിരിക്കുക. അതുകൊണ്ട് ഈ പാൽ അത്യാവശ്യമായിട്ടും വേണം. കഴിഞ്ഞ സർക്കാർ കാലത്ത് കല്ലിട്ട് പോയി. അത് കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടു. മണ്ണ് ടെസ്റ്റ് അല്ലാതെ ഒരു മുന്നോട്ടു പോക്കും ഉണ്ടായില്ല. കാഞ്ഞിരംകടവ് പാലം അത് ഈ നാട്ടുകാരുടെ ഒരു ചിരകാലാഭിലാഷമാണ്. പുതിയ ഭരണവും ജനപ്രതിനിധികളും എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ ഉള്ളത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.